എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പുതിയ രജിസ്ട്രേഷൻ സ്കീമിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സ്കീം റൂൾ 14A അനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, നോട്ടിഫിക്കേഷൻ 18. അത് 1 നവംബർ 2024-2025 മുതൽ ആപ്ലിക്കബിളാണ്. ആ ഒരു സ്കീമിൽ വിതിൻ 3 days നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കും. എല്ലാ കേസിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒരു ഫ്രോഡ് കേസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 daysനുള്ളിൽ രജിസ്ട്രേഷൻ ലഭിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു സ്കീമിൽ എലിജിബിലിറ്റി വരുന്നത്? ഈ ഒരു സ്കീമിൽ നിങ്ങളുടെ B2B ബിസിനസ്സിലേക്കുള്ള സെയിൽസിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി 2,50,000 കുറവാണെങ്കിൽ, അല്ലെങ്കിൽ മാക്സിമം അപ് ടു 2,50,000, 2,50,000 അല്ലെങ്കിൽ 2,50,000 കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കീമിൽ ഓപ്റ്റ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ അതിൽ മെയിൻ ക്രൈറ്റീരിയ ഈ പറഞ്ഞ പോലെ B2B ഔട്ട്പുട്ട് ടാക്സ്, മന്ത്ലി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി, അതായത് CGST, SGST, IGST എല്ലാം ഇൻക്ലൂഡഡ് അപ് ടു 2,50,000 വരെ നിങ്ങൾക്ക് ഈ സ്കീം അവൈൽ ചെയ്യാവുന്നതുള്ളൂ. പിന്നെ ഈ ഒരു സ്കീമിൽ 14A സ്കീമിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒറ്റൊരു രജിസ്ട്രേഷൻ മാത്രമേ റൂൾ 14A അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്റ്റേറ്റിൽ വീണ്ടും നിങ്ങൾക്ക് 14A റൂള് ഓപ്റ്റ് ചെയ്തിട്ട് 3 daysക്കുള്ളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ സെയിം സ്റ്റേറ്റിൽ നിങ്ങൾക്കത് സാധ്യമല്ല. അപ്പോൾ ചില ബിസിനസ്സുകാർ അവരുടെ മൾട്ടിപ്പിൾ പ്ലേസസ് ഓഫ് ബിസിനസ് അവർക്കുണ്ടാവും, അല്ലെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ബിസിനസ് അവർ ചെയ്യുന്നു. അപ്പോൾ അവർ ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ പ്രിഫർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾക്ക് 14A അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ നോർമൽ രജിസ്ട്രേഷൻ റൂൾ 8 അനുസരിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. റൂൾ 8 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ ഡിലേ സംഭവിക്കാം. അതായത് ഡിപ്പാർട്ട്മെൻറ്റിന് ക്വറീസ് ചോദിക്കാം, ഫിസിക്കൽ വെരിഫിക്കേഷൻ വരാം. അപ്പം അങ്ങനെയുള്ള കേസിൽ അപ് ടു 30 days വരെ ഡിലേ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി കണ്ടീഷൻ വരുന്നത്. ഇങ്ങനെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊവിഷൻ വന്നിരിക്കുന്നത്? ഈ ഒരു പ്രൊവിഷൻ മെയിൻലി ചെറിയ ബിസിനസ്സുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊവിഷൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ ബിസിനസ്സുകാർ, ഇപ്പോൾ B2B സപ്ലൈ ഉള്ള ചെറിയ ബിസിനസ്സുകാർ. B2C സപ്ലൈ നിങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയൻ അല്ല ഈ ഒരു സ്കീമിൽ. B2B സപ്ലൈ ഈവൻ നിങ്ങൾ ഹയർ B2C സപ്ലൈ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സ്കീമിൽ എലിജിബിളാണ്. അപ്പോൾ മെയിൻലി B2B സപ്ലൈ ചെയ്യുന്ന സ്മോൾ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കീം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണത് ഈ ചെറിയ ബിസിനസ്സുകാർ B2B സപ്ലൈസിൽ എന്താണ് അവർ രജിസ്ട്രേഷൻ എടുക്കുന്നത്? കാരണം ലാർജ് ബിസിനസ് അവർക്കിപ്പോൾ B2B എന്ന് പറയുമ്പോൾ ലാർജ് ബിസിനസ്സുകാരാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു സ്മോൾ ബിസിനസ് ചെയ്യുന്ന ഒരാൾ ലാർജ് ബിസിനസ്സിന് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെയുള്ളപ്പോൾ ജനറലി ലാർജ് ബിസിനസ്സുകാർ രജിസ്ട്രേഷൻ ഇൻസിസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ ലാർജ് ബിസിനസ്സുകാർ എന്തുകൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ ഉള്ള വെൻഡേഴ്സുമായിട്ട് മാത്രം ഡീൽ ചെയ്യുന്നത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനറലി ട്രസ്റ്റ് ചെയ്യുന്ന രജിസ്റ്റേർഡ് സപ്ലയേഴ്സിനെയാണ്. ഇപ്പോൾ രജിസ്റ്റേർഡ് സപ്ലയേഴ്സ് ആണെങ്കിൽ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ അവർ കൂടുതൽ വർക്കുള്ള ആളുകളാണ്, അവർക്ക് എക്സ്പീരിയൻസ് കാണും. പിന്നെ അവർക്കൊരു GST ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഓൾറെഡി ഒന്ന് വെരിഫൈ ചെയ്ത ആളുകളാണ്. അപ്പോൾ അവരെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാവുന്നതുള്ളൂ എന്നുള്ള കാര്യം കൊണ്ടാണ് B2B അവർ പ്രിഫർ ചെയ്യുന്നത്. B2B അതായത് ലാർജ് ബിസിനസ്സുകാർ രജിസ്റ്റേർഡ് സപ്ലയേഴ്സിനെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ലാർജ് ബിസിനസ്സുകാർ ഫേക്ക് ഫേംസ് വരാനുള്ള പോസിബിലിറ്റിയാണ്. ഇപ്പോൾ അവർക്ക് GST രജിസ്ട്രേഷൻ തന്നെ ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ഫേക്ക്
ഫേം ആയിരിക്കാം. അവർ ചിലപ്പോൾ അവരുടെ കോൺട്രാക്റ്റിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും വലിയ ബിസിനസ്സുകാർ ചെറിയ ഈ അൺരജിസ്റ്റേർഡ് സപ്ലയേഴ്സുമായിട്ട് ഡീൽ ചെയ്യാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇൻറ്റേർണൽ റിസ്ക് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് അവരുടെ ഓഡിറ്റേഴ്സിൻ്റെ ഒബ്ജക്ഷൻസ് ഉണ്ട്. അതായത് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിൻ്റെയൊക്കെ നിങ്ങൾ GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള സപ്ലയേഴ്സുമായിട്ട് മാത്രം ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയണത്, അവരുടെ ERP സിസ്റ്റം അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻറ്റേർണൽ പോളിസി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർ B2 അവർ GST രജിസ്റ്റേർഡ് സപ്ലയേഴ്സിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഏതൊരു ബിസിനസ്സിൻ്റെയും അൺരജിസ്റ്റേർഡ് സപ്ലയേഴ്സ് എന്നുള്ള പർച്ചേസ് കൂടുകയാണെങ്കിൽ ജനറലി എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിസ്ക് പ്രൊഫൈലിംഗ് ഉണ്ട്. ആ റിസ്ക് പ്രൊഫൈൽ സ്കോർസ് ഉണ്ട്. അത് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ GST ഓഡിറ്റ് വരാം, അല്ലെങ്കിൽ സ്ക്രൂട്ടണി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള റിസ്ക് ഉള്ളത് കൊണ്ട് ലാർജ് ബിസിനസ്സുകാർ ജനറലി GST രജിസ്റ്റേർഡ് സപ്ലയേഴ്സുമായിട്ട് മാത്രമേ ഡീൽ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു സ്മോൾ ബിസിനസ്സുകാരന് ഒരു ലാർജ് ബിസിനസ്സുമായിട്ട് ഡീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. ചിലപ്പോൾ അവരൊരു കോൺട്രാക്റ്റിന് വേണ്ടി ബിഡ് ചെയ്യുന്ന ടൈമിലായിരിക്കാം ഈ ലാർജ് ബിസിനസ് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യാം. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിൽ ഈ സ്മോൾ ബിസിനസ് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ക്വറീസും ഒക്കെ വന്നു കഴിഞ്ഞാൽ അൺനെസസറി ഒരു ഡിലേ വരികയാണ്. ഒരു 30 days വരെ ഡിലേ വരാം. അതിനുള്ളിൽ ചിലപ്പോൾ ലാർജ് ബിസിനസ് വേറൊരു കോൺട്രാക്റ്റ് കൊടുത്തു പോകാം. അപ്പോൾ അവിടെ ഒരു ഹാർഡ്ഷിപ്സ് ഒക്കെ ഒഴിവാക്കാനായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എന്താണ് ഇതിനെന്തെങ്കിലും ഡൗൺ സൈഡ് ഉണ്ടോ? ഈ ഒരു സ്കീമിന് എന്തെങ്കിലും ഡൗൺ സൈഡ് ഉണ്ടോ? 3 days രജിസ്ട്രേഷൻ കൊടുക്കുന്നത് എന്തെങ്കിലും ഡൗൺ സൈഡ് ഇതിനുണ്ടോ എന്നാണ് പിന്നീട് ഉള്ളൊരു ക്വസ്റ്റ്യൻ. ഡൗൺ സൈഡ് എന്ന് പറയുന്നത് കുറേ ബിസിനസ് ചെയ്തതിന് ശേഷം ഈ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആളുടെ B2B ഔട്ട്പുട്ട് ടാക്സ് 2,50,000 എക്സീഡ് ചെയ്യുമ്പോൾ ഈ ഒരു സ്കീമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യണം. ആ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന ടൈമിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾക്ക് രജിസ്ട്രേഷൻ 1st April 2026 മുന്നേ ആണ് നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ മിനിമം 3 റിട്ടേൺസ് എങ്കിലും നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്റ്റിംഗ് ഔട്ട് തന്നെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതൊരു കണ്ടീഷനാണ്. നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യണം. ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ മിനിമം ഇത്രയും റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഇനി 1st April 2026 ശേഷമാണ് നിങ്ങൾ അപ്ലൈ, അതായത് നിങ്ങൾക്ക് ഈ ഒരു 14A റൂൾ അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ കിട്ടിയതെങ്കിൽ മിനിമം 1 റിട്ടേൺ എങ്കിലും നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടാകും. ഇനി അതല്ല നിങ്ങൾ റിട്ടേൺ അതായത് ഇതൊരു രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂള് മാത്രമാണ്. നിങ്ങളുടെ റിട്ടേൺസ് GSTR 1 GSTR 3B ഒക്കെ നോർമൽ ഒരു GST രജിസ്റ്റേർഡ് പേഴ്സൺ അപ്ലിക്കബിൾ ആയതുപോലെ തന്നെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും റിട്ടേൺസ് ഡ്യൂ ഉണ്ടെങ്കിൽ അതും ഫയൽ ചെയ്യണം. പിന്നെ ഒരു ക്യാൻസലേഷൻ പ്രൊസീഡിങ്സ്, ഇപ്പോൾ സെക്ഷൻ 29 അനുസരിച്ചിട്ട് ഒരു ക്യാൻസലേഷൻ പ്രൊസീഡിങ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്യാൻസലേഷൻ പ്രൊസീഡിങ്സ് ഒന്നും പെൻഡിങ് ആയിരിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഉള്ള ചില കണ്ടീഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ഫുൾഫിൽ ചെയ്യണം. പിന്നെ അത് കൂടാണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷനും അവർക്ക് ക്വറീസ് ഉണ്ടെങ്കിൽ ക്വറീസും എല്ലാം ആ ഒരു സ്കീമിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശരിക്കും ഈ ഒരു സ്കീമിൽ എൻട്രി വളരെ ഈസിയാണ്. എക്സിറ്റ് ടൈമിൽ കുറച്ചൊരു ഡിലേസും ഒരു പ്രൊസീഡിങ്സും ഉണ്ടാവും. ഈ ഒരു സ്കീമിൽ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്കീമിലുള്ള വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് 2,50,000 ലെസ് ആയിരിക്കണം മന്ത്ലി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് B2B സപ്ലൈസ്. പക്ഷേ അത് കൂടാണ്ട് ആധാർ ഓതൻറ്റിക്കേഷൻ കമ്പൽസറിയാണ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ മെത്തേഡിലുള്ളൊരു രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ഡാറ്റയുണ്ട്. റിസ്ക് പ്രൊഫൈലിംഗ്, ഇതൊരു ഫ്രോഡ് കേസാണോ അങ്ങനെയൊക്കെ, അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാറ്റ അനാലിസിസ്
സിസ്റ്റത്തിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഡേയ്സിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കും. അപ്പോൾ ആധാർ ഓതൻറ്റിക്കേഷനാണ്, കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. അപ്പോൾ ആധാർ ഓതൻറ്റിക്കേഷൻ ഇതിൽ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഈ ഒരു സ്കീം ശരിക്കും സ്മോൾ ബിസിനസ്സുകാർക്ക് വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കീമാണ്. സ്റ്റാർട്ടപ്സിന് വളരെ കംഫർട്ടബിളാണ്. വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മളുടെ ആ ഒരു എയിമിലേക്കുള്ള ഒരു സ്റ്റെപ്പാണത്.